മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ലോക സൈക്കിൾ ദിനം. സൈക്കിൾ പ്രേമിയായ മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ VP ഗോപാലിനെ JCI തിരൂർ ആദരിച്ചു. പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗമെന്ന നിലയിലും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൈക്ലിംഗിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത്. JCI തിരൂർ പ്രസിഡന്റ് അഷ്റഫ് ചേലാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈക്കിൾ സവാരിയോടുള്ള VP ഗോപാലിന്റെ അർപ്പണബോധത്തെയും അദ്ദേഹത്തിന്റെ ജൈവ കൃഷിയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെയും ഏവരും പ്രശംസിച്ചു. JCI തിരൂർ മുൻ പ്രസിഡന്റുമാരായ PV സത്യാനന്ദൻ, ഷമീർ കളത്തിങ്ങൽ, ഒയ്സ്ക തിരൂർ പ്രസിഡന്റ് റസാഖ് ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയുള്ള ആരോഗ്യകരമായ ജീവിതശൈലി സമൂഹത്തിന് പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത നേതാക്കൾ ഊന്നിപ്പറഞ്ഞു. ചടങ്ങിൽ JCI തിരൂരിലെ അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ വിശിഷ്ട ദിനത്തിൽ ആദരിക്കാൻ വേണ്ടിയിട്ടാണ്. സൈക്ലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ LKG കാലം തൊട്ട് അവസാന കാലങ്ങളിൽ വരെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. എല്ലാവരും സൈക്കിളിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ നമ്മുടെ ഗോപാലേട്ടനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം സൈക്കിളിൽ മാത്രം യാത്ര ചെയ്തൊരു പിന്നാട് അടിയിക്കുന്നതിന് വേണ്ടി PBT സത്യേട്ടനെ കേട്ടുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഗോപാലേട്ട, താങ്കൾ ഒരുപാട് കാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. വളരെ സന്തോഷമായിട്ടുള്ള ദിനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ടുള്ള JCI തിരൂര് ഇതൊരു ബൈസിക്കിൾ ഡേ, വേൾഡ് ബൈസിക്കിൾ ഡേ നമ്മുടെ തിരൂർ വെച്ച് ഇന്ന് ഗോപാലേട്ടനെ ആദരിക്കുമ്പോൾ അതിലൂടെ വരുന്ന ഒരു മോട്ടോ എന്ന് പറയുന്നത്, ഇന്ന് നമുക്കറിയാം ലോകത്തിൽ 5 സ്ഥലങ്ങളാണ് ബ്ലൂ സോൺ എന്ന് പറയുന്ന ഏരിയാസ് ഉള്ളത്. ആയുർദൈർഘ്യം കൂടിയ ആളുകൾ വസിക്കുന്ന സ്ഥലമാണ് ബ്ലൂ സോൺ ഏരിയ. ജപ്പാനിലെ ഒക്കിനോവ ദ്വീപ് അടക്കമുള്ള പല സ്ഥലങ്ങളിലും അവിടെയുള്ള ജീവിത ശൈലി പലതും നോക്കുകയാണെങ്കിൽ പല ആളുകളും സൈക്കിൾ പോലെയുള്ള ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ദിനചര്യകൾ പലതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പുതിയ തലമുറക്കുള്ള സന്ദേശം കൂടിയാണ് ഈ ബൈസിക്കിൾ ഡേയിലൂടെ JCI തിരൂര് നമ്മുടെ സമൂഹത്തിലേക്ക് നൽകുന്നത്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു. JCI തിരൂര് ജൂനിയർ ചാമ്പ്യൻ ഇന്റർനാഷണലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മൾ തിരൂരിലെ പ്രമുഖരായിട്ടുള്ള അതിൻ്റെ സീനിയർ മെമ്പറായിട്ടുള്ള മിസ്റ്റർ ഷമീർ കളത്തിങ്ങൽ, അതുപോലെ തന്നെ വളരെ കാലം JCIൻ്റെ തിരൂരിൽ മിന്നിത്തിളങ്ങിയിരുന്ന സത്യേട്ടന്, ഇപ്പോഴത്തെ പ്രസിഡന്റ് അഷ്റഫ് ചേലാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് തിരൂരിലെ 80 വയസ്സായിട്ടുള്ള ഗോപാലേട്ടൻ, VP ഗോപാലൻ എന്ന് പറയുന്ന ഈ ഗോപാലേട്ടന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇദ്ദേഹം എല്ലാ വർഷവും ജനുവരിയിൽ ഇവിടുന്ന് നമ്മളെ തിരൂരിൽ നിന്ന് 3 ഡിസ്ട്രിക്ട് കവർ ചെയ്തുകൊണ്ട് ഏകദേശം 400ഓളം കിലോമീറ്റർ താണ്ടിക്കൊണ്ടാണ് ഒരാഴ്ച നീണ്ടു നിന്ന സൈക്കിൾ യജ്ഞത്തിൽ. ആ സൈക്കിൾ യജ്ഞത്തിൽ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 19ഓളം കുട്ടികളടങ്ങുന്ന സംഘം, സ്ത്രീകളും കുട്ടികളടങ്ങുന്ന സംഘത്തിലെ ഏറ്റവും സീനിയറായി സൈക്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ JCIയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്, ലോകോത്തര മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 14 കൊല്ലങ്ങൾക്കപ്പുറം ബ്രസീലിലെ പഴയ ആസ്ഥാനമായിട്ടുള്ള റിയോ ഡി ജനീറോയിൽ പോകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഏകദേശം ഒരാഴ്ചക്കാലം റിയോയിലായിരുന്നു. റിയോയുടെ ഒരു പ്രത്യേകത, എല്ലാവരും അവിടെ ആരോഗ്യവാന്മാരാണ്. ലോകത്തിൽ നമുക്ക് സത്യത്തിൽ അറിയാം, ആരോഗ്യവാന്മാരുടെ നാടെന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ലോകത്തിലെ റിയോ. അവിടുത്തെ ഈ ലോക സൈക്കിൾ ദിനത്തിൽ JCI ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഷമീറും മസ്താജിയൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു വ്യായാമം സൈക്കിൾ റാലിയാണ്, സൈക്കിൾ യാത്രയാണ് എന്നുള്ള സൈക്കിൾ യാത്ര പ്രചരിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഞാൻ ഈ സൈക്കിൾ ഉപയോഗിക്കുന്നത്. പ്രസാദാജി പറഞ്ഞത് ഒരു 10-50 കൊല്ലത്തെ പഴക്കമുണ്ട് സൈക്കിളിന്. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സൈക്ലിംഗ് തുടങ്ങിയിട്ടുള്ളത്. സൈക്കിൾ ഞാൻ സൂചിപ്പിച്ച പോലെ സർവീസ് റിട്ടയർ ചെയ്ത് വന്ന സൈക്കിൾ തന്നെയാണ്. ഈ സൈക്കിൾ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. മരണം വരെ ഈ സൈക്കിളും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും JCI സംഘടിപ്പിച്ച ഈ ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. മീഡിയ ന്യൂസ് തിരൂർ.